ശ്രീല, സർക്കാരിന്റെ ഖജനാവിലെ വലിയൊരു അംശം ചെലവാക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ ഈ സർക്കാർ ജീവനക്കാരാണ്, അതായത് ഗസറ്റഡ് റാങ്കിലുള്ളവർ വരെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്നു എന്ന് തന്നെ പറയാം. വളരെ ചെറിയ തുച്ഛമായ തുകയാണ് ഈ ക്ഷേമ പെൻഷനുകളായി സർക്കാർ സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഇത് അർഹതപ്പെട്ടവരിൽ എത്തിച്ചില്ല എന്ന് മാത്രമല്ല, ഇത് ചെന്നെത്തിയിരിക്കുന്നത് എങ്ങനെയാണ് അതിനെ പറയേണ്ടതെന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ചർച്ചയിൽ മറിയ ചേട്ടത്തി, അതായത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയ മറിയ ചേട്ടത്തി അവർ പറയുന്നത്, ഇതിനേക്കാൾ ഇവർക്ക് വല്ല അമ്പലത്തിലോ പള്ളിയിലോ എവിടെയോ പോയിരുന്ന് ഭിക്ഷ എടുത്തുകൂടെ ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് ജീവിക്കുന്നതിനേക്കാളും. ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെ സർക്കാർ ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഈ അർഹത നിശ്ചയിക്കുന്ന ആ ഉദ്യോഗസ്ഥന്മാർ ചെയ്ത ഈ അനാസ്ഥ, അവർക്ക് എന്ത് ശിക്ഷ നൽകിയാലാണ് ഇത് മതിയാകുന്നത്? സത്യത്തിൽ വലിയ തട്ടിപ്പ് ഇന്ന് വരെ നമ്മൾ കണ്ടെത്താത്ത, ഒരു പക്ഷേ ഇത് നേരത്തെയും ചെയ്തിട്ടുണ്ടാവും, ഇതുവരെ ഇത് കണ്ടെത്താത്തതായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു വലിയ തട്ടിപ്പാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സാധാരണക്കാരായ പാവങ്ങൾക്ക്, ഒരു ഗതിയുമില്ലാത്തവർക്ക് നൽകുന്ന 1600 രൂപ പെൻഷൻ കേരളത്തിലെ ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കമുള്ള സർക്കാർ സർവീസിലുള്ളവർ തട്ടിയെടുത്തിരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ഈ ഗുരുതരമായ ആരോപണം 2024 ഉയർന്നതല്ല. 2022 CAG-യുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതാണ്ട് 1458 ഉദ്യോഗസ്ഥർ 1458 ഇത്തരത്തിൽ പണം തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ സാധാരണക്കാരന് പെൻഷൻ കൊടുക്കാൻ ഇല്ലാത്തപ്പോഴാണ് കോടികൾ വരുമാനമുള്ള ഖജനാവിന്റെ നല്ലൊരു ഭാഗം കൊണ്ടുപോകുന്നത് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ആ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഇത്തരത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ, അതായത് നമുക്കറിയാലോ സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാറ്റഗറി അറിയാലോ. ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പെൻഷന് ശമ്പളവും കിട്ടുന്നവരാണ്, അവർക്ക് ഇനി റിട്ടയർ ആയി പോയാൽ പെൻഷൻ കിട്ടും. അങ്ങനെയുള്ളവർ എന്തിനാണെന്ന് ഈ പാവം പിടിച്ചവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്നത്? സത്യത്തിൽ ഇത്തരം ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ പോലും സർക്കാർ വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരാവകാശം അനുസരിച്ച് ചോദിച്ചിട്ട് പോലും സർക്കാർ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്, ഏതൊക്കെ വകുപ്പുകളിൽ നിന്നാണ്, എവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുള്ളത്, ആരാണ് ഈ ഉദ്യോഗസ്ഥരെന്ന് സമൂഹത്തിന് അറിയാനുള്ള അവകാശമുണ്ട്. കേരളത്തിലെ ഖജനാവിന്റെ പണം, സാധാരണക്കാരന് നൽകേണ്ട പണം, ആ പണം തട്ടിയെടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥർ ആരാണ് എന്ന് അറിയേണ്ടതില്ലേ? അറിയേണ്ട ആവശ്യം നമുക്ക് തീർച്ചയായും ഉണ്ട്. അത് പറയാതെ, വിവരാവകാശ പ്രകാരം പോലും അത് നൽകാതെ ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നതിന്റെ പിന്നിൽ എന്താണ്? ഇതിൽ 90% CPM-ന്റെ ഉദ്യോഗസ്ഥരായിരിക്കും, CPM അനുഭാവികളായ ഉദ്യോഗസ്ഥരാവും. അതുകൊണ്ട് തന്നെയാണ് ഇത് തടഞ്ഞു വെക്കുന്നത്. സത്യത്തിൽ ഈ ഉദ്യോഗസ്ഥരെ മുഴുവൻ സർവീസിൽ നിന്ന് പുറത്താക്കുക തന്നെ വേണം. സസ്പെൻഡ് ചെയ്താൽ മാത്രം പോരാ, അവരെ ടെർമിനേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവർ ഈ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ ഈ 1600 രൂപ കൈയിട്ട് വാരിയിട്ടുണ്ടെങ്കിൽ ഇവർ ഇരിക്കുന്ന പദവികൾ, ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുണ്ടെന്നാണ് പറയുന്നത്, ഇവർ ഇരിക്കുന്ന പദവികളിൽ ഇവർ ഏതൊക്കെ തരത്തിലുള്ള അനീതി കാട്ടിയിട്ടുണ്ടാവും? ഇവരെ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? വെറും 1600 രൂപ സാധാരണക്കാരന്റെ പെൻഷന് വേണ്ടി ഇത്രയധികം കടിപിടി കൂടി 1458 ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ, ഇത്രയും നീതികേടും നെറികേടും കാണിച്ച ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ, ആ ഉദ്യോഗസ്ഥർ തീർച്ചയായും കോടികൾ ഉണ്ടാക്കുന്നവർ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അവർ ഇരിക്കുന്ന പദവികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവർ ഇത്രയും കാലം എന്തൊക്കെ ചെയ്തു? ഏത് വകുപ്പിലാണ് ഇത്തരത്തിലുള്ള, ആരോഗ്യ വകുപ്പിലും മറ്റുമാണ് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുള്ളതെന്നാണ്, കൂടുതലായി ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വകുപ്പുകളിലൊക്കെ ഇരിക്കുമ്പോൾ ഇവർ ഏതൊക്കെ തരത്തിലുള്ള അഴിമതി കാണിച്ചിട്ടുണ്ട്? സത്യത്തിൽ ഇവരെയൊക്കെ പിരിച്ചുവിട്ട ശേഷം സ്വതന്ത്രമായ അന്വേഷണം നടത്തണം. എങ്കിൽ മാത്രമേ ഇനിയുള്ള ഉദ്യോഗസ്ഥരെങ്കിലും ഇത്തരത്തിലുള്ള തോന്നിവാസം കാണിക്കാതിരിക്കുകയുള്ളൂ. അതിനുമപ്പുറം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2022 CAG റിപ്പോർട്ട് പ്രകാരം 2017-18 മുതൽ 2019-20 വരെ നഷ്ടമായത് ഏതാണ്ട് 40 കോടി 39.27 കോടി രൂപയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളതാണ്. അന്ന് CAG റിപ്പോർട്ടിനെ പരസ്യമായി തള്ളിപ്പറയുകയായിരുന്നെങ്കിലും റിപ്പോർട്ടിന് ചുവട് പിടിച്ച് കേരള ഇൻഫർമേഷൻ മിഷൻ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയതാണ് 1458 ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്നുണ്ട് എന്ന്. ഇത് യഥാർത്ഥ കണക്ക് ഞെട്ടിക്കുന്നതാണ് എന്നതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട്, ഇവരുടെ പേര് വിവരങ്ങൾ പോലും പറയാതെ ഇവരിൽ നിന്ന് പണം തിരിച്ചു പിടിക്കും പലിശ സഹിതമെന്ന് പറയുമ്പോൾ, ഈ പണം തിരിച്ചു പിടിച്ചുകൊണ്ട് എന്താണ് കാര്യം? ഒരു തെറ്റിന്, അത് ഏറ്റവും അക്ഷന്തവ്യമായ ഒരു തെറ്റിന് അതിന് പിഴയടച്ച് രക്ഷപ്പെടാൻ കഴിയണം, അല്ലെങ്കിൽ പിഴയടച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താമെന്ന് ആരാണ് ചിന്തിച്ചിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഇത് സത്യത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കോടതിയിലേക്ക് പോകേണ്ട വിഷയമാണ്. ഈ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ യഥാസമയം പബ്ലിഷ് ചെയ്യുകയും ഈ ഉദ്യോഗസ്ഥർ കാണിച്ചിട്ടുള്ള ഇവരുടെ പേരുകളൊക്കെ പുറത്തു വന്നാൽ ഇവർ കാണിച്ചിട്ടുള്ള അഴിമതിയുടെ വ്യാപ്തി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തു വരും. അത് CPM-ന് ദോഷമാകുമെന്നറിയാം. അതുകൊണ്ടാണ് CPM ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടത്താതെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ യാതൊരു തരത്തിലുള്ള ഒരു സീരിയസ്നെസ്സും കാണിക്കാതെ അത് പൈസ സഹിതം തിരിച്ചു പിടിക്കും, പലിശ സഹിതം തിരിച്ചു. ഇതെന്താ പലിശയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു? അല്ലല്ലോ.
ഇവരെന്താ ബ്ലേഡ് കമ്പനി നടത്തുകയാണോ കേരളത്തിലെ സർക്കാർ? അതായത് CAG-യുടെ കണക്ക് പ്രകാരം കേരളത്തിലെ ശരാശരി നഷ്ടം കണക്ക് കൂട്ടിയാൽ 13.9 കോടി രൂപയാണ്. എന്നാൽ മന്ത്രി പറയുന്നത് ഇത് 1458 പേർ വെച്ച് 1600 രൂപ വെച്ച് തട്ടിയെടുത്തു എന്നാണ്. ഇത് പ്രകാരം നോക്കിയാൽ പോലും പ്രതിമാസ നഷ്ടം 23 ലക്ഷത്തിലേറെ രൂപയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട മന്ത്രി പറയുന്ന കണക്കുകളും CAG പറയുന്ന കണക്കുകളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ പോലും വലിയ രീതിയിലുള്ള അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മന്ത്രി പറയുന്ന കണക്കുകൾ ചിലപ്പോൾ പൊരുത്തപ്പെടില്ല. കാരണം നമുക്കറിയാലോ, CPM-ന്റെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ 90% പേരും CPM അനുഭാവികളാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ അഴിമതികൾ മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. അത് കേരളത്തിൽ നടക്കില്ല എന്നും കേരളത്തിലെ പൊതുസമൂഹം ഇങ്ങനെ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയ ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾക്ക് അറിയണമെന്നും കേരളത്തിലെ പൊതുസമൂഹം ഒന്നാകെ പറയണം. കേരളത്തിൽ അതിനുവേണ്ടി ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ കോടതിയിലേക്ക് പോകണം. ഇവരെ വെളിച്ചത്ത് കൊണ്ടുവരികയും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയവരെ വെളിച്ചത്ത് കൊണ്ടുവരികയും അവരെ തീർച്ചയായും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണം. അതിനു പകരം ഇത് പലിശ സഹിതം തിരിച്ചടയ്ക്കും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കാണിച്ച തട്ടിപ്പിന്റെ വ്യാപ്തി ഇത് പലിശ സഹിതം തിരിച്ചടയ്ക്കുമെന്ന് പറഞ്ഞാൽ നാളെ വരുന്നവർക്കും ഇത് തന്നെയാണ്. കുറെ പണം ആവശ്യമുള്ളപ്പോൾ ഖജനാവിൽ നിന്ന് കുറെ പണം എടുത്തുകൊണ്ട് പോവുക, പിന്നെ എപ്പോഴെങ്കിലും പലിശ സഹിതം തിരിച്ചടയ്ക്കാം എന്ന് വിചാരിക്കുന്നത് ഇത് ബ്ലേഡ് കമ്പനി നടത്തുകയല്ലോ സർക്കാർ. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അത് വളരെ കൃത്യമായി തന്നെ ഇതിനെ അഡ്രസ് ചെയ്യാൻ സാധിക്കണം. പാവങ്ങളാണ് ക്ഷേമ പെൻഷനുകൾ വാങ്ങിക്കുന്നത്. അവർക്ക് സത്യത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് പോലും അറിയില്ലായിരിക്കാം. 1458 പേർ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാരന് കിട്ടേണ്ട പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാർ പിച്ചച്ചട്ടിയുമായി തെരുവിലേക്കാണ്. മറിയക്കുട്ടി അടക്കമുള്ളവർ അത്തരത്തിലുള്ള ആൾക്കാർ പിച്ചച്ചട്ടിയുമായി തെരുവിലേക്ക് ഇറങ്ങുമ്പോഴാണ് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർ ഈ ധനത്തിന്റെ നല്ലൊരു ശതമാനം കൈയടക്കുന്നു എന്ന ഏറ്റവും ഗുരുതരമായ വാർത്ത വരുന്നത്. ഈ ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്നത് ഏറ്റവും അക്ഷന്തവ്യമായ ക്രൈമാണ്. ആ ക്രൈമിൽ ഉൾപ്പെട്ടിട്ടുള്ള 1458 ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ആ 1458 ഉദ്യോഗസ്ഥരുടെയും പട്ടിക കൃത്യമായി ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് ആ പട്ടിക പുറത്തുവിടണം സർക്കാർ എന്നാണ് പറയാനുള്ളത്. അത് പുറത്തുവിട്ടുകൊണ്ട് അവർക്കെതിരെ നിയമ നടപടിയിലേക്ക് പോകേണ്ടതിന് പകരം തൽക്കാലം അവരിൽ നിന്ന് പലിശ സഹിതം തിരിച്ചു പിടിച്ച് ഇതാരാണെന്ന് പോലും പറയാതിരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. അതിലേക്കാണ് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ശ്രദ്ധ തിരിക്കേണ്ടത്. ഈ സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലാതെ അതിന് പുറമെ അതായത് ഇപ്പോ കെട്ടിട തൊഴിലാളി പെൻഷൻ, തയ്യൽ തൊഴിലാളി ക്ഷേമ പെൻഷൻ, ഇങ്ങനെയുള്ള കാറ്റഗറിയിലുള്ളതെല്ലാം സൂചിയിൽ നൂല് ഒരുക്കാൻ പോലും അറിയാത്തവർ പോലും വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഒരുപാട് സാധാരണക്കാർ, അതായത് ശരിക്കും തയ്യൽ തൊഴിലാളി അല്ലായിരിക്കും, പക്ഷെ അവർ സാമ്പത്തികമായി വളരെ പിന്നോക്കമായിരിക്കും. ആ ലോക്കലായിട്ടുള്ള നേതാക്കന്മാർ ചേർന്ന് എന്നാൽ നിങ്ങൾക്ക് ഒരു പെൻഷൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് അവർക്കെല്ലാം പെൻഷൻ കിട്ടുന്നുണ്ട്. അതായത് ഇപ്പൊ നടപടി ഉണ്ടായാൽ ഇത്തരക്കാരെ ആയിരിക്കും ഈ നടപടികൾ നേരിടുന്നത്. ഈ ഉയർന്ന തലത്തിലുള്ളവരാരും തന്നെ ചിലപ്പോൾ ഈ നടപടികൾക്കൊന്നും വിധേയരാകാൻ സാധ്യതയുമില്ല. അത് ശ്രീലയ്ക്ക് എന്ത് തോന്നുന്നു അതിനെ കുറിച്ച്? തീർച്ചയായും അതുകൊണ്ടാണല്ലോ സർക്കാർ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. സർക്കാർ എന്താ ഇപ്പൊ പറയുന്നത്? ഈ 1458 പേരുടെ ലിസ്റ്റ് പോലും പ്രസിദ്ധീകരിക്കില്ല. സർക്കാർ വിവരാവകാശത്തിൽ പോലും അത് കൊടുക്കില്ല. ആകെ അവർ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്? ഈ വിഷയത്തിൽ ആകെ ചെയ്യാൻ പോകുന്ന കാര്യം പലിശ സഹിതം തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ്. പലിശ സഹിതം തിരിച്ചു പിടിക്കലല്ലേ അല്ല അതിന്റെ നടപടിക്രമം. അതിന്റെ നടപടിക്രമം പലിശ സഹിതം തിരിച്ചു പിടിക്കലല്ല. അത് കൃത്യമായി ഇതാരാണ് ഈ ഉദ്യോഗസ്ഥർ എന്ന സമൂഹത്തിന് മുന്നിൽ അറിയേണ്ടതുണ്ട്. അവരെ സസ്പെൻഡ് ചെയ്ത് തൽക്കാലം സസ്പെൻഡ് ചെയ്യുക, അതിനുശേഷം അവരെ ഡിസ്മിസ് ചെയ്യുക. ഈ പെൻഷൻ ആര് കൈവശപ്പെടുത്തിയോ അവരെ ക്രിമിനൽ നടപടി പ്രകാരം ഇവരെ ശിക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ കോടതിയിലേക്ക് പോവുക. ഞാനതല്ലേ പറയുന്നത്. ഇതൊരു ചെറിയ കാര്യമായി നമ്മൾ കണക്ക് കൂട്ടണ്ട. ഇവരൊക്കെ ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാകുമ്പോൾ അതിലെ വലിയ ഗൗരവം എന്താണ്? അവർ ഇരിക്കുന്ന പോസ്റ്റുകൾ അവർ എത്രമാത്രം അഴിമതി കാട്ടിയിട്ടുണ്ടാവും? അതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് ആദ്യത്തെ സംഭവമല്ല. പാവം പിടിച്ചവന്റെ വിജയച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നവൻ മറ്റേതൊക്കെ രീതിയിൽ ധനസമാഹരണം ഈ സർവീസിൽ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇതിൽ ക്രിമിനൽ നടപടി പ്രകാരം ഇവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇവരെ കോടതിയിലേക്ക് വിടുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള പരിഹാരം. അതിനപ്പുറം ഒരു പരിഹാരവുമില്ല.